ളമ്പാറയെ സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ നേതാക്കളെ, വേദിയിലിരിക്കുന്ന പ്രശസ്ത പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയുമായ അബുൽ ബുസ്ര ഇബ്രാഹിം മൗലവി അവരുകളെ, മറ്റ് സദസ്യരെ, ഒരുപാട് വിഷയങ്ങൾ ഒരക്ഷരം പോലും പതിരാവാത്ത വിധം ബഹുമാന്യനായ റഹ്മത്തുള്ള ഖാസിമി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. സമയം വളരെ വൈകി, 2 മണിക്ക് അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതുകൊണ്ട് സദസ്സും ഇളകിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെയധികം ചിന്തിക്കേണ്ട, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിരുത്തി വായിക്കേണ്ട, ആവർത്തിച്ച് ശ്രവിക്കേണ്ട ഒരു വലിയ പ്രഭാഷണമാണ് ബഹുമാന്യനായ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി ഇവിടെ അവതരിപ്പിച്ചത്. പ്രവാസം എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ തലമുറ അത് വലിയൊരു അന്തസ്സും അഭിമാനവുമായി കാണുമ്പോൾ, പ്രവാസം എന്നതൊരു ശിക്ഷയാണ് എന്ന് അർത്ഥശങ്കകളിൽ ഇല്ലാത്ത വിധം ബഹുമാനപ്പെട്ട ഉസ്താദ് വരച്ചു കാണിക്കുകയുണ്ടായി. അതുതന്നെയാണ് വാസ്തവവും. കാരണം ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ പ്രവാസ ജീവിതം കൊണ്ട് പ്രവാസികളല്ലാത്തവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാ രംഗത്തും സാംസ്കാരികമായും ആരോഗ്യപരമായും സാമ്പത്തികമായും എല്ലാം തന്നെ പ്രവാസികൾ ക്ഷീണിക്കുമ്പോൾ പ്രവാസികളെ ആശ്രയിക്കുന്നവർ അതെല്ലാം ആസ്വദിക്കുന്ന ഒരു അനുഭവം ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി ഈ ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനാർക്കും തന്നെ ഉത്തരം പറയാൻ കഴിയില്ല. അത് വർഷങ്ങളായി അങ്ങനെ നടന്നു വരുന്നു. ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ കഴിയാത്ത ഒരുപാട് ഭൗതിക നേട്ടങ്ങൾ ഇവിടെ വരച്ചു കാണിക്കാൻ സാധിക്കും. ഇതാർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ നശ്വരമായ ഈ ലോകത്തിനു വേണ്ടി. നശ്വരമായ ഈ ലോകത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത അന്തസ്സ് അത് കാട്ടി, ഗർവ് കാട്ടി അന്യരുടെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കാൻ വേണ്ടി പ്രവാസി സമ്പത്ത് ഉപയോഗപ്പെടുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് കൂലങ്കഷമായി ചിന്തിക്കാനോ അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനോ അതിനുള്ള പോംവഴികൾ കണ്ടെത്തുവാനോ ഒരു ബോധവൽക്കരണമോ ഒരു ചർച്ചാ ക്ലാസുകളോ നടന്നു വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപാട് മനോഹരമായ പള്ളികളും മതധർമ്മ സ്ഥാപനങ്ങളും പ്രവാസികളുടെ രക്തം കൊണ്ട്, അവരുടെ വിയർപ്പ് കൊണ്ട് ഇവിടെ നടന്നു വരുന്നു എന്നുള്ള വസ്തുത വിസ്മരിക്കുകയല്ല. പക്ഷേ ബഹുമാന്യനായ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരം രമ്യഹർമ്മങ്ങൾ സാംസ്കാരികമായി ഉന്നതി പ്രാപിക്കാത്ത, സാംസ്കാരികമായി ദൈനംദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഇത്തരം മനോഹരമായ രമ്യഹർമ്മ്യങ്ങൾ എന്ത് ഗുണം ചെയ്യും എന്ന് നാം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ പ്രവാസ ജീവിതത്തിന്റെ തെറ്റും ശരിയും ലാഭവും നഷ്ടവും നമുക്ക് വിലയിരുത്താൻ കഴിയും എന്നുള്ള വസ്തുത നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ പ്രവാസികളായ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം നമുക്ക് പാഴാക്കിക്കൂടാ. നാം പ്രവാസ ജീവിതത്തിൽ വിധിക്കപ്പെട്ടവരാണ്. ഇനി അതിൽ നിന്ന് മുക്തി നേടാൻ ഒരുപക്ഷെ എളുപ്പത്തിൽ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടുത്തിയെടുക്കുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഖിറം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ സമയം നാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു വസ്തുത ഇവിടെ
എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 10-28 വർഷമായി ദുബായിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിനീതൻ അവിടുത്തെ ദീനീ സ്ഥാപനങ്ങളുമായും ദീനീ സംഘടനകളുമായും ദീനീ സംവിധാനങ്ങളുമായും അതുപോലെ തന്നെ സംഘടനകളുടെ ചലനങ്ങളുമായുമൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, പ്രവാസ ജീവിതത്തിന് 2 വശമുണ്ട്. ഗുണകരമായ ഒരു വശം ഞാൻ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം ഹൃദയസ്പൃക്കായ അനുഭവങ്ങൾ. ദുബായ് നഗരത്തിൽ രാത്രി 11-12 മണിവരെ ജോലി ചെയ്ത് 12 മണിക്ക് ശേഷം പള്ളിയിൽ ഒത്തുകൂടി മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും അത് ശ്രമിക്കുകയും ചെയ്ത് 2 മണിക്ക് ശേഷം പോയി വീട്ടിൽ ചെന്നുറങ്ങി 4 മണിക്ക് മുമ്പ് സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ എത്തുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന പ്രവാസികൾ ധാരാളമുണ്ട്. പ്രവാസികളുടെ കൂട്ടത്തിൽ 12 മണിവരെ ജോലി ചെയ്ത് അതിനുശേഷം 12 മണിക്ക് തുടങ്ങുന്ന ദഅവ ക്ലാസ്, അവർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന ക്ലാസുകൾ, ആ ക്ലാസുകളിൽ പങ്കെടുത്ത് 1-1.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ക്ലാസുകളിൽ പങ്കെടുത്ത് ആ ക്ലാസ് കഴിഞ്ഞ് റൂമിലെത്തി ഭക്ഷണം കഴിഞ്ഞ് 2 മണിയോടെ ഉറങ്ങി 4 മണിക്ക് സുബഹിയാവുമ്പോൾ അതിനു മുമ്പ് പള്ളിയിലെത്തുന്ന പ്രവാസികൾ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ട് എന്ന് നാം പറയുമ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ അധ്വാനത്തിന്റെ ഫലം ഇവിടെ ദൂർത്തടിക്കപ്പെടുന്നു എന്നുള്ള വസ്തു കൂടി നാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ അന്തഃസത്തയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാസികളെല്ലാം ധൂർത്തുകാരെന്നോ അല്ലെങ്കിൽ പ്രവാസികളെല്ലാം പണം ചെലവഴിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ശ്രദ്ധയില്ലാത്തവരാണെന്നോ നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ഒരു അനിയന്ത്രിതാവസ്ഥ പ്രവാസ ലോകത്ത്, പ്രവാസ രംഗത്ത് എന്നുമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ നീട്ടി പറയുകയല്ല. എന്തു തന്നെ ആയാലും പ്രവാസ ജീവിതം ഒരു അനുഗ്രഹമായി നമുക്ക് കണ്ടുകൂടാ. പക്ഷേ പ്രവാസ ജീവിതം കൊണ്ട് അതിന്റെ ഗുണഭോക്താക്കൾ ധാരാളമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തു തന്നെയായാലും പ്രവാസികൾ എത്രമാത്രം ഗുണം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് പറയാനുള്ളത് അവഗണനയുടെയും പ്രയാസങ്ങളുടെയും കഥകൾ മാത്രമാണ്. ഈ അടുത്ത ദിവസം നടന്ന കോഴിക്കോട് എയർപോർട്ടിൽ നടന്ന സംഭവങ്ങൾ തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രവാസികളുടെ വേദനയിലും പ്രയാസങ്ങളിലും പങ്കുചേരും. പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ എപ്പോഴും അകലെയായിരിക്കും എന്നുള്ള ഒരു വസ്തുത എന്നും വസ്തുതയായി തന്നെ അവശേഷിക്കുന്നു. എന്തുതന്നെയായാലും നമുക്ക് പ്രവാസികളുടെ പ്രയാസങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെങ്കിലും സാധിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രതികരിക്കുവാനുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അതിനോട് ഒത്തുനിൽക്കുവാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സംസാരിക്കുന്നതിന് വേണ്ടി ദാറുസ്സലാം ദഅവ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അബ്ദുൽ ഖാദർ മാഷിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ആദരണീയായ വ്യക്തികളെ, സദസ്സിലേക്ക് നമ്മുടെ ഈ സെഷൻ കേൾക്കാനെത്തിയ മാന്യ വ്യക്തികളെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായിട്ട് ഒഴിഞ്ഞ കസാരയാണ് കൂടുതൽ കാണുന്നത്. അല്പം സങ്കടമുണ്ട്. ശ്രോതാക്കളുടെ അളവ് വളരെ കുറവാണ്. നമ്മുടെ സമയം അതും വളരെ കുറവാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയുന്നത്, ഞാനും ഒരു പ്രവാസിയായിരുന്നു. അതിൻ്റെ ഒരു തിക്തമായി കിടക്കുന്ന അനുഭവങ്ങൾ രുചിച്ചിട്ടുള്ള ഒരു പ്രവാസി.
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാരലൽ കോളേജ് കോഴിക്കോട് സിറ്റിക്കകത്ത് തന്നെ ഒരു പാരലൽ കോളേജ് നടത്തുന്ന സമയത്ത് അന്ന് പേരുകേട്ട ഒരു പാരലൽ കോളേജ് ആയിരുന്നു എന്റേത്. അങ്ങനെ നടത്തുമ്പോൾ എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നും പോകുന്നു, പിന്നെ നീ രാത്രി 7 മണിക്ക് ഒക്കെയാണ് നീ വരുന്നത്. നീ ഇങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുക്കല്ലേ, അതുകൊണ്ട് മോന് ഗൾഫിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ താല്പര്യമില്ലാത്ത ഒന്നായിരുന്നു ഗൾഫിലേക്ക് പോകുക എന്നുള്ളത്. എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കിട്ടുക, അല്ലെങ്കിൽ PSC എഴുതുക, അങ്ങനെയുള്ളൊരു ഗ്യാങ്ങിൽ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ വാപ്പ നിർബന്ധിച്ചു. ഒരു വെള്ളിയാഴ്ച ജുമ ഇറങ്ങിയതിന് ശേഷം വാപ്പ പറഞ്ഞു, നീ ജുമ ഇറങ്ങി നീ ഉടനെ ഇന്റർവ്യൂവിന് പോകണം, പിന്നെയൊക്കെ എന്നിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞു എന്നെ ഇന്റർവ്യൂവിന് പറഞ്ഞയച്ചു. മനസ്സില്ലാ മനസ്സോടെ ഇന്റർവ്യൂവിന് പങ്കെടുത്തു. എന്റെ ക്വാളിഫിക്കേഷനും എന്റെ പെർഫോമൻസും ഭാഷാപരമായിട്ടുള്ള എന്റെ പെർഫോമൻസും എന്തോന്നറിയില്ല, ഇന്റർവ്യൂവിലുള്ള 18 പേരിൽ 3 പേരെ സെലക്ട് ചെയ്തോളും. അന്ന് എന്നെയും സെലക്ട് ചെയ്തു. ആ 3 പേരിൽ ഞാനായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യമെന്ന് പറയട്ടെ എന്നാണ് എന്റെ ഭാഷ. എന്നെ ഗൾഫിലേക്ക് വാപ്പ അയക്കാൻ തന്നെ തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെ പാരലൽ കോളേജ് ഒരാൾക്ക് നടത്താൻ കൊടുത്ത് ഞാൻ ഗൾഫിലേക്ക് പോയി. ഈ പുസ്തകത്തിന്റെ താളുകൾ മറയ്ക്കുകയും അറിവുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന എന്റെ സാധാരണ ദിനചര്യയിൽ നിന്നും വളരെ വ്യത്യസ്തമായ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു എന്നെ നിയമിച്ചത്. പേഷ്യന്റ് വരുമ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയുള്ള ഒരു നല്ലൊരു ജോലിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതത്ര ശരിയായില്ല. ബാപ്പന്റെ ആഗ്രഹമല്ലേ 2 വർഷം എങ്ങനെയെങ്കിലും നിൽക്കണം. അങ്ങനെ 2 വർഷം ഞാൻ ഗൾഫിൽ കഴിച്ചുകൂട്ടി. നമ്മളിവിടെ എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. കാരണം ജോലിയെടുക്കുന്നു, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മ ചോറ് വിളമ്പിത്തരും, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വിഷയങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റും. നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ വിദേശത്ത് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ മനുഷ്യരല്ലായി തീരുന്ന ഒരു യന്ത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. 8 മണിക്കൂർ ജോലിയാണ് എന്നോട് ഇവിടുന്ന് പറഞ്ഞതെങ്കിലും അവിടെ ചെന്നപ്പം 10 മണിക്കൂർ ജോലി. മാത്രമല്ല കമ്പനിയിലുള്ള ഒരു 2 മണിക്കൂറും കൂടി ഓവർ ടൈം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 12 മണിക്കൂർ ഞാൻ ജോലിയെടുക്കും. റൂമിൽ ചെന്നു കഴിഞ്ഞാൽ വസ്ത്രം അലക്കണം, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. എന്റെ ബാപ്പ ഒരു മസാല കച്ചവടക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മസാലപ്പൊടിയും മുളക് പൊടിയുടെയൊക്കെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടത്, എന്റെ ബാപ്പാന്റെ കട ഉണ്ടെങ്കിലും യഥാർത്ഥ രൂപം ഞാൻ കണ്ടത് ഗൾഫിൽ ചെന്നപ്പോഴാണ്. കാരണം പാചകം ചെയ്യുന്നതും എന്റെ ജോലിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള സമയം കിടന്നുറങ്ങും. ജീവിതം ഇങ്ങനെ യന്ത്രം പോലെ രാവിലെ രാത്രി ഡ്യൂട്ടി, അങ്ങനെ അങ്ങനെ ദിനം കഴിച്ചു കൂട്ടുന്നു, മാസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. 2 വർഷം എങ്ങനെയെങ്കിലും തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കഴിയുന്നു. ഒരു യന്ത്രം. ശരിക്കും പറയുകയാണെങ്കിൽ ഗൾഫുകാരന്റെ ജീവിതം ഒരു സാക്രിഫൈസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം നമ്മൾ അകന്ന് നിൽക്കുമ്പോഴാണ് വേദന അറിയുന്നത്. നമ്മളെ ഉമ്മാന്റെയും ഉപ്പാന്റെയും, നമ്മളെ വീട്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മളെ നാട്, അതൊരു മരീചികയല്ല, അതൊരു നല്ല പച്ചപ്പാണ് നമ്മളെ നാട്. അതിനൊരു മണമുണ്ട്, നമ്മളെ മണ്ണിനൊരു മണമുണ്ട്. അത് നമ്മൾ ജീവിച്ചുകൊണ്ട് തന്നെ തീർക്കണം. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം വല്ലാത്തൊരു വേദന, സാക്രിഫൈസ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു.
നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ഉള്ളിൽ തിരിച്ചു പോകരുത് തന്നെയാണ് ആഗ്രഹം. കുടുംബക്കാരുടെ ഒരുപാട് സ്നേഹം, കാരണം ഞാൻ ഗൾഫുകാരനാണ്. ഞാൻ പാരലൽ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രമാത്രം സ്നേഹം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഗൾഫുകാരനായപ്പോൾ എൻ്റെ കുടുംബത്തിൽ പുറത്തുള്ള അയൽവാസികൾ, ഖാദർ സാർ വലിയ എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ വലിയ നിലയിലാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര സ്വീകരണം. എൻ്റെ കല്യാണവും കഴിഞ്ഞു. പിന്നീട് നാട്ടിൽ തുടരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായി തീർന്നു. കാരണം എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആകെ മാറി. ആളുകൾ എന്നെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ നടത്തിയിരിക്കുന്ന പാരലൽ കോളേജിലേക്ക് ഞാൻ ഒരു ശ്രമം നടത്തി, വിജയിച്ചില്ല. തിരിച്ചു തന്നെ പോണം. ഇപ്പോ കുടുംബം ഉള്ളതാണല്ലോ, അങ്ങനെ വീണ്ടും മനസ്സില്ല മനസ്സോടെ തിരിച്ചു പോകും. സത്യത്തിൽ ഞാനിവിടെ ഇത് പറയുന്നത്, ഒരിക്കൽ ഒരു വ്യക്തി ഗൾഫിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെന്നും ഗൾഫിന്റെ അടിമയായി തീരാം. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ സാധാരണ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നത്. വീണ്ടും ഞാൻ ഗൾഫിലേക്ക് രണ്ടാമത്തെ തവണ പോകുന്നത് വല്ലാണ്ടൊരു വിരഹവേദനയിലാണ്. കാരണം കുടുംബം മാത്രമല്ല, കല്യാണം കഴിഞ്ഞു, അത് വല്ലാത്തൊരവസ്ഥയിൽ പോകുന്നു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇനി ശരിയാവില്ല, എങ്ങനെയെങ്കിലും ഒരു വർഷമെങ്കിലും പൂർത്തീകരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥനയോടെ ഒരു 1.5 വർഷം കൂടി കഴിച്ചുകൂട്ടി അറബിക്ക് റിസൈൻ ചെയ്ത്. ഒരുപാട് കാര്യങ്ങൾ അറബി പറഞ്ഞു, നീ പോകരുത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ഒന്നും ആലോചിച്ചില്ല. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും നമ്മളതായി കിടക്കുന്ന ഭാഷാ കഴിവും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തു തന്നെയായാലും പിടിച്ചു നിൽക്കുക എന്നുള്ള ഡിറ്റർമിനേഷനോട് കൂടി ഞാൻ വീണ്ടും വന്നു. അങ്ങനെ ഇത് ഞാൻ പറയുന്നത്, ഈ ഗൾഫുകാരന്റെ അവസ്ഥ വീണ്ടും നാട്ടിലേക്ക് വന്നാൽ എല്ലാം നഷ്ടപ്പെടുക ചെയ്യുന്നത്. നമുക്ക് മുമ്പുണ്ടായിരിക്കുന്ന എല്ലാ സോഴ്സും എല്ലാ സ്രോതസ്സും, സാമ്പത്തികമായാലും ശരി മറ്റുള്ളതായാലും ശരി, എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നൊരു രീതിയാണ് ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഞാനിത് പറയുന്നത്, വീണ്ടും വീണ്ടും ഗൾഫുകാരന്റെ വേദന ഈ സമൂഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കുടുംബത്തിലേക്ക് ഗൾഫ് പോയി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള അവരുടെ സമീപനം, ഫാമിലിക്ക് ആ വ്യക്തിയോടുള്ള സമീപനം, ഇതെല്ലാം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു മെഴുകുതിരി പോലെയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതോടൊപ്പം സ്വയം ഉരുകുകയും ചെയ്യുന്നു. അതാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം. എന്റെ റൂമിൽ ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് 22 കൊല്ലം അവിടെ നിന്നിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാള് ഒരിക്കൽ അദ്ദേഹം പറയും, ഖാദറെ, ഞാൻ 22 കൊല്ലമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, പക്ഷേ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം കഴിച്ചു കൂട്ടിയത് വെറും 2 കൊല്ലമാണ്. ഭയങ്കര സങ്കടമാണ്. ഒരാൾ 22 കൊല്ലം ഗൾഫിൽ നിൽക്കുന്നു കുടുംബവുമായി. കാരണം അദ്ദേഹത്തിന് 1 കൊല്ലത്തിൽ 1 മാസമാണ് ലീവ് ഉണ്ടാവുന്നത്. അപ്പൊ അദ്ദേഹം കണക്ക് കൂട്ടാണ്, 22 കൊല്ലത്തിൽ 22 മാസം എന്ന് പറഞ്ഞ 2 കൊല്ലം പോലും അദ്ദേഹം കുടുംബത്തിന് ജീവിക്കുന്നില്ല, കുടുംബത്തോടൊപ്പം ജീവിക്കുന്നില്ല. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയാണ് ഗൾഫുകാർ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്രയോ കുടുംബങ്ങൾ ഈ പ്രവാസികൾ സാക്രിഫൈ ചെയ്തപ്പോൾ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. വളരെ താഴേക്കിടയിൽ കിടന്നുറങ്ങാൻ പോലും കിടപ്പാടമില്ലാതെ നിൽക്കുന്ന കുടുംബം പോലും ഗൾഫിലേക്ക് പോയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രവാസികളെ നമ്മൾ മറക്കരുത്. ഗൾഫിലേക്ക് പോകരുത് എന്ന് നമുക്ക് ശക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഗൾഫിലേക്ക് പോയിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ഈ പ്രവാസി സംഗമത്തിൽ ഞാൻ ഒരു മെസ്സേജ്, അതായത് യുവാക്കളോടും പ്രവാസികൾക്കും 2 മെസ്സേജ് നൽകുന്നത് ഇതാണ്. 1. 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 2 മെസ്സേജ് നൽകുന്നത് ഇതാണ്. 1.
രാജ്യത്ത് പ്രവാസികളെ കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്, നമ്മുടെ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അതിലൊന്നും മറ്റൊരു തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രവാസികൾ നേരത്തെ റഹ്മത്തുള്ള ഖാസിം പറഞ്ഞതുപോലെ ഈ പണം ചെലവാക്കുന്ന കാര്യത്തിൽ ക്രിയാത്മകമായ രീതിയിൽ പണം ചെലവാക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ സൗധങ്ങൾ കെട്ടിപ്പണന്ന്, വലിയ വീടുകൾ കെട്ടിപ്പണന്ന്, അങ്ങനെ ഞാൻ ഗൾഫുകാരനാണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു രീതികൾ നമ്മളെ പ്രവാസികൾ മാറ്റിയെടുക്കണം. അത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അത് മാറ്റിയെടുക്കണം. അതുമായി തന്നെ എന്തുകൊണ്ടാണ് പ്രവാസികൾ ഈ സൗധങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിടുന്നതിന് പകരം എല്ലാവരും കൂടി ഷെയർ കൂടി നല്ലൊരു ഫാക്ടറികൾ തുടങ്ങിക്കൂടാ? പ്രവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ഷെയർ ചെയ്ത് നല്ല ഫാക്ടറികൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് തൊഴിലുണ്ടാവും ഇവിടെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള, ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ പ്രവാസികളുടെ സാമ്പത്തിക രീതിയിലേക്ക് വന്നാൽ മാത്രമേ സമൂഹത്തിന് ഉപകരിക്കുകയുള്ളൂ. കുറെ എന്താ പറയാ, വ്യക്തിപരമായിട്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടായിട്ട് കാര്യമില്ല. സമൂഹത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യണം. അതുമായി തന്നെ പ്രവാസികളുടെ മക്കളുടെ സ്ഥിതി. ഒരുപാട് പേര് പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ മക്കള് ദീനിയായ രീതിയിലാണോ ജീവിക്കുന്നത്? ഇസ്ലാമിക കാഴ്ചപ്പാട് അവർക്കുണ്ടോ? ഇതൊന്നും നമ്മുടെ പ്രവാസികൾ, വളരെ അപൂർവം ചില പ്രവാസികൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ മക്കളെ ദീനിയായ രീതിയിലേക്ക് വളർത്തുന്ന ഒരു രീതിയിലേക്കും നമ്മളെ പ്രവാസികൾ ശ്രദ്ധിക്കണം. അതുപോലെ യുവാക്കളായ നമ്മുടെ ദാറുസ്സലാം ദഅ്വാ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും കഴിവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല തൊഴിലിനുള്ള അവസരമുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അല്പം പഠിക്കുമ്പോഴത്തേന് ഞാൻ ഗൾഫിൽ പോകാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറി എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ നല്ല തൊഴിൽ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ മറക്കരുത്. അതുപോലെ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ചുറ്റുമുള്ള നല്ല പച്ച എന്ന സമൃദ്ധി അവഗണിച്ചുകൊണ്ട് അക്കരപ്പച്ച തേടി അലയുമ്പോൾ നമ്മൾ കാണുന്ന അക്കരപ്പച്ച മരീചികയാകാനും സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഗൾഫ് തന്നെ എല്ലാ സാമ്പത്തിക സ്രോതസ് എന്നുള്ള തെറ്റായ ധാരണ നമ്മളെ യുവാക്കളിലുണ്ട്. അപ്പോൾ അതായത് ഗൾഫല്ല, മറിച്ച് നമ്മളെ കഴിവുകളാണ്. നമ്മളെ നാട്ടിൽ നമ്മൾ ജോലിയെടുത്താലും നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംസാരിക്കുന്നതിന് വേണ്ടി അബുൽ ബുഷറ ഇബ്രാഹിം മൗലവി മുംബൈയെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, യോഗം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ അളമ്പാറ മൗലവി അവർകൾ, പ്രഗത്ഭ വ്യക്തികളായ സഹോദരന്മാരെ, ഞാൻ ഒരു പ്രസംഗത്തിന്റെ തയ്യാറെടുപ്പിലല്ല. ഇവിടെ ദാറുസ്സലാമിന്റെ സന്തതികളുമായി
കണ്ടുമുട്ടാനും അവരുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരാനും വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ നടന്ന ഒരു ദഅ്വാ മീറ്റിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് ദൂരെയായതിനാൽ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-12 വയസ്സ് മുതൽ നാട് വിടാൻ തുടങ്ങിയ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ പൊതുവെ എല്ലാവരും ഒരു പൊതുസമ്മേളനത്തിന്റെ വേദിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അടുത്തുള്ള ആളുകളൊക്കെ അവരുടെ വീടുകളിൽ പോയി സമ്മേളനത്തിൽ വരാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇത്രയും ദിവസം ഇവിടെ പങ്കെടുത്ത ആളുകൾ ഒന്ന് പോയി ഫ്രഷായി വൈകുന്നേരത്തേക്ക് ഇവിടെ എത്താൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കസേരകൾ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത് എന്നെനിക്കറിയാം. എന്നിരുന്നാലും പിന്നെ കുറച്ചാളുകളൊന്നും വന്നാൽ ഇവിടെ ബഹർ പോലത്തെ ഒരു സ്റ്റേജല്ലേ, അപ്പോൾ കുറച്ചാളുകളൊന്നും വന്നാൽ എവിടെയും കാണുകയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തോട് എനിക്ക് വളരെ താഴ്മയോടുകൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. നിങ്ങളെല്ലാവരും ചെറിയ വിദ്യാർത്ഥികളാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോകും. ചെറിയ കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ അവരുടെ മനസ്സിനകത്ത് കുസൃതിയും അതുപോലെ പലതരത്തിലുള്ള ചിന്താഗതികളുമുള്ള മക്കളെ ഈ ദാറുസ്സലാമിന്റെ മുമ്പിലെത്തിച്ച് അവർക്കാവശ്യമായ വിജ്ഞാനം നൽകി ഈ മഹത്തായ സ്ഥാപനം വളരെ ശക്തിയുക്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരും നന്ദിക്കാരായിരിക്കില്ല, പല പ്രദേശത്തുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വിദ്യാഭ്യസിക്കാൻ വേണ്ടി വന്ന മക്കളായ നിങ്ങൾ, നാളെ നിങ്ങളായിരിക്കും ഈ സ്ഥാപനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുകൾ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നാട്ടിലായാലും മറുനാട്ടിലായാലും പ്രവാസിയായാലും അല്ലെങ്കിലും ഈ സ്ഥാപനത്തെ നിങ്ങൾ കൈകളിൽ ഏറ്റി നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രവാസികളാവാതെ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുപോകുക വളരെ പ്രയാസമാണ്. എൻ്റെ ബഹുമാനപ്പെട്ട മാന്യ സ്നേഹിതൻ AV ഉസ്താദ് എത്രയോ വർഷങ്ങളായി നാട് വിട്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും AV ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനമാണ് ഏറ്റവും വലുതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് വളർന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തു പോയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഇന്ന് ഈ സ്ഥാപനത്തെ നല്ലതുപോലെ ഓർക്കുകയും ഈ സ്ഥാപനത്തിന് വേണ്ടി അകവഴിഞ്ഞ് സഹായിക്കുകയും ഈ സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് കാലം പ്രവാസ ജീവിതം നയിച്ചു എന്നതിന്റെ പേരിൽ എനിക്ക് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാനായത്. അതുകൊണ്ട് പ്രവാസ ജീവിതം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല നമ്മളെ കുടുംബത്തിനും ഐശ്വര്യമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനവസരം നൽകിയ ഇതിന്റെ സംഘാടകരോട് ഞാൻ അങ്ങേയറ്റത്തെ കൃതജ്ഞത രേഖപ്പെടുത്തുകയും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ശക്തിയുക്തം മുന്നോട്ട് നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ സംഘാടകർക്ക്, ഇതിന്റെ ഭാരവാഹികൾക്ക്, ഇതിന്റെ ഉത്തരവാദിപ്പെട്ട ഉമറാക്കൾക്ക്, ഉലമാക്കൾക്ക് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി EK അബ്ദുള്ള തോടന്നൂർ അവറുകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ മൊയ്തു ഹാജി, മമ്പള്ളിക്കുനി യൂസുഫ് ഹാജി, മറ്റ് നേരത്തെ ഇവിടെ സംസാരിച്ച റഹ്മത്തുള്ള കാസിമി മുത്തേടം, മമ്പള്ളിക്കുനി യൂസുഫ് ഹാജി സ്വാഗതം പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ, മുഖ്യപ്രഭാഷണം നടത്തിയ റഹ്മത്തുള്ള കാസിമി, CD ഏറ്റുവാങ്ങിയ TK മഹമ്മൂദ് ഹാജി കുന്നുമുക്കര, മുസ്തഫ എളമ്പാറ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, അബ്ദുൽ ബഷറ ഇബ്രാഹിം മൗലവി, ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങിയ നടുക്കണ്ടി കുഞ്ഞബ്ദുൽ ഹാജി, സാജു കൊട്ടപ്പുറം സോഷ്യൽ മീഡിയ സ്റ്റേറ്റ് കോർഡിനേറ്റർ, ഇവരെല്ലാവർക്കും നന്ദി പറയലാണ് എന്റെ കടമ. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പ്രവാസി എന്ന നിലക്ക് പറയാം. കേൾവിയും കേൾപ്പോരുമില്ലാത്ത ഒരു സമൂഹം പ്രവാസികളായി ജീവിക്കുന്ന കാലത്ത് 970 മുതൽ കേരളത്തിലെ ഈ കാണുന്ന ഇതുപോലത്തെ എല്ലാ ദീനീ സ്ഥാപനങ്ങളുടെയും ചുമരിന്റെ മുകളിൽ അവരുടെ വിയർപ്പുകളുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ പ്രവാസി സംഗമം, പ്രവാസികളായി ജീവിക്കുന്ന എല്ലാ ആളുകളും ജീവിക്കാനും ജീവിപ്പിക്കാനും പോയവരാണ്. അവരുടെ ഉദാത്ത മനസ്സുകൾ, നിഷ്കളങ്കമായ ഹൃദയങ്ങളുടെ അവരുടെ പ്രവർത്തനങ്ങളാണ് ഒരുപാട് കേരളത്തിലും മറ്റ് ഇതര പ്രദേശങ്ങളിലും നമ്മൾക്ക് ഇത് ഇങ്ങനെ ഉയർന്നു കാണുന്നത്. അതുകൊണ്ട് എല്ലാ എക്കാലത്തും അവരുടെ പ്രവർത്തനവും അവരുടെ സഹകരണവും ഉണ്ടാകണമെന്നും ഉണ്ടാകട്ടെ എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റവാക്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും, എല്ലാ ആളുകളും, കാരണം സംഘടിച്ച ആളുകൾക്കും പ്രസംഗിച്ചവർക്കും ഉദ്ഘാടനം ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.